നമസ്കാരം. കിട്ടേണ്ടത് കിട്ടിയാലും വീണ്ടും വീണ്ടും ചെന്ന് ചോദിച്ചു വാങ്ങുക, ഇതൊരു ശീലമാണ് ആരുടെ? ഇസ്രയേലിന്റെ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തെക്കൻ ലെബനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണ പരമ്പരകൾ. വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടായിട്ടും അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ലെബൻ അതിർത്തിയിൽ ചോരക്കളി തുടരുന്നത്. ഇത് അടുത്തെത്തിയിരിക്കുകയാണ്. കടുത്ത അന്ത്യശാസനവുമായി ഇറാൻ നേരിട്ട് രംഗത്തെത്തി കഴിഞ്ഞു ഇതിനെതിരെ. ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ മര്യാദയ്ക്ക് ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളും ശക്തമായ തിരിച്ചടിയും നേരിടേണ്ടി വരും എന്നാണ് ഇറാന്റെ ഖദം അൽ അൽബീനിയ സെൻട്രൽ ആസ്ഥാനമായി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സമാധാന കരാറുകളെല്ലാം ജലരേഖയായി, അതായത് വെള്ളത്തിൽ വരച്ച വരയായി മാറുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു പുതിയ നീക്കം പശ്ചിമേഷ്യയെ വൻ ശക്തികൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക വിദഗ്ധർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടായിരിക്കെയാണ് ഇസ്രായേൽ തെക്കൻ ലെബനിൽ തുടർച്ചയായ സൈനിക നടപടികൾ നടത്തുന്നത്. സാധാരണ ജനങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കി തീർക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കാതെ അതായത് ചോര കൊണ്ട് കളിക്കുന്ന ഈ ഒരു രീതി ശക്തമായ പ്രതികരണമായാണ് ഇറാൻ എത്തിയത്. അതിർത്തി സുരക്ഷയും സുരക്ഷാ ഭീഷണികളും നേരിടുന്നതിനാലാണ് തങ്ങളുടെ സൈനിക നടപടികളെന്നും ഇസ്രായേൽ വിവിധ അവസരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇസ്രായേലിന്റെ ഇപ്പോൾ സ്ഥിരം പരിപാടി. എന്തായാലും ഇരു രാജ്യങ്ങളും പരസ്പരം വ്യത്യസ്തമായ വിവരങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. തെക്കൻ ലെബനിലെ നബഹിദ് ഉൾപ്പെടെയുള്ള മേഖലകൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന വ്യോമ ആക്രമണങ്ങളും ഷെൽ ആക്രമണങ്ങളും നിരവധി സാധാരണക്കാരുടെ ജീവനെ ബാധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണങ്ങളും പരിക്കുകളും റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് അതിർത്തി ഗ്രാമങ്ങളിലെ നിരവധി കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തു. ഇക്കാര്യം മനുഷ്യാവകാശ സംഘടനകൾ ഈ ഒരു അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ ആക്രമണത്തിന്റെയും പിന്നാലെ സമാധാന ശ്രമങ്ങളിലുള്ള വിശ്വാസം ക്ഷയിക്കുകയാണെന്നും പുതിയ ഏറ്റുമുട്ടലുകളുടെ സാധ്യത ഉയരുകയും ചെയ്യുകയാണ്. ഇതിനിടെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ലെബനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ധാരണാപത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു എന്ന അവകാശവാദങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നുണ്ട്. ഇറാന്റെ നിലപാട് അനുസരിച്ച് മേഖലയിൽ സംഘർഷം കുറയ്ക്കുകയും ലെബനൻ ഉൾപ്പെടെയുള്ള മുന്നണികളുടെ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ധാരണകൾ പ്രാബല്യത്തിൽ വന്ന ശേഷവും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നാണ് ഇറാന്റെ ആരോപണം. ഈ വിഷയത്തിൽ വിവിധ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും വിലയിരുത്തലുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. മറ്റൊരു വശത്ത് ലെബനിലെ ഹിസ്ബുള്ളയുടെ പ്രസ്ഥാനം അതിർത്തി മേഖലയിൽ ഇസ്രായേൽ സൈനിക വാഹന വ്യൂഹങ്ങളെ ലക്ഷ്യമിട്ട് റോക്കറ്റുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ സേനയുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെ സൈനിക സംഘത്തെ തടയാൻ പ്രതിരോധ നടപടി സ്വീകരിച്ചു എന്നാണ് സംഘടനയുടെ പ്രസ്താവന. എന്നാൽ ഇത്തരം അവകാശവാദങ്ങളുടെ കൃത്യത സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും യുദ്ധ സാഹചര്യങ്ങളിൽ ഇരു കക്ഷികളും വിവരയുദ്ധത്തിന്റെ ഭാഗമായി പരസ്പരം വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ പതിവായി കാണപ്പെടുന്നു. അതായത് ഇത്തരം ഒരു ശീലി പതിവായി കാണപ്പെടുന്നു എന്നും. സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാന വശമാണ് നയതന്ത്ര രംഗത്തെ നീക്കങ്ങൾ. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നഈം ഹസീൻ ഇറാന്റെ ഇടപെടലുകളെ പ്രശംസിക്കുകയും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫിന്റെ സന്ദേശം അയച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും ലെബനിലെ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഇറാൻ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ച അദ്ദേഹം മേഖലയിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ തുടർച്ചയായി പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാൻ, ഹിസ്ബുള്ള, ഇസ്രയേൽ എന്നീ കക്ഷികളുടെ പരസ്പര ബന്ധം പശ്ചിമേഷ്യയിലെ സുരക്ഷാ രാഷ്ട്രീയത്തിന്റെ നിർണായക ഘടകമായി തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയുടെ പ്രസ്താവനകളും ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ലെബനെതിരെ ഭാവിയിൽ ആക്രമണങ്ങൾ ഏതെങ്കിലും സമാധാന ധാരണകളുടെ ആത്മാവിനെ വിശുദ്ധമായി കണക്കാക്കപ്പെടുമെന്നും ലെബനിലെ സ്ഥിരത ഉറപ്പാക്കാതെ മേഖലയിലെ ദീർഘകാല സമാധാനം സാധ്യമാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, അതിർത്തി സുരക്ഷ, പ്രാദേശിക സായുധ സംഘടനകളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സങ്കീർണ വിഷയങ്ങൾ പരിഹരിക്കാതെ സ്ഥിരമായ വെടിനിർത്തൽ കൈവരിക്കുന്നത് ദുഷ്കരമാകും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വെറുമൊരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് വൻ ശക്തികളുടെ നയതന്ത്ര യുദ്ധഭൂമി കൂടിയാകുന്നു.
മുൻപ് മേഖലയിൽ ഒരു പ്രതിസന്ധി ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള മുന്നിട്ടിറങ്ങിയിരുന്നു. അതിന്റെ അന്തിമ ഫലം എന്നോണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു സമാധാന കരാറിനുള്ള നീക്കങ്ങൾ വരെ ഉണ്ടായത്.